CCTV ക്യാമറ മാത്രം വെച്ചാണോ യഥാർത്ഥത്തിൽ ആക്രമണത്തിൻ്റെ വ്യാപ്തിയെല്ലാം അളക്കുന്നത്? ഏത് കാലത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? CCTV ക്യാമറ മാത്രം നോക്കിയിട്ട് അല്ല, CCTV ക്യാമറയിലൂടെ തെളിയുന്ന കേസുകളുണ്ടാവും. CCTV ക്യാമറയിലൂടെ മാത്രമാണോ നമ്മുടെ നാട്ടിൽ നടന്നുള്ള കേസുകൾ തെളിഞ്ഞിട്ടുള്ളത്? CCTVക്കകത്ത് ദൃശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്? നേരിട്ട് മന്ത്രി അടിച്ചില്ലെന്നാണോ പറയുന്നത്? നമസ്കാരം. CCTVയിൽ മന്ത്രി വീണയെ KSUക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന് അടിസ്ഥാനം. മന്ത്രി പറയുന്നതാണ് അടിസ്ഥാനം. നമ്മളെല്ലാവരും കണ്ടതല്ലേ മന്ത്രി അവിടെ കുഴഞ്ഞു വീഴുന്നത് എന്നാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വീണ ജോർജിനെതിരെയുള്ള KSU പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് കടകംപള്ളി സുരേന്ദ്രൻ വളരെ വൈകാരികമായി ഇങ്ങനെ പ്രതികരിച്ചത്. കേസുകൾ നമ്മുടെ നാട്ടിൽ തെളിയിക്കുന്നത് CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടല്ലോ. ചിലപ്പോൾ CCTV ദൃശ്യങ്ങളിൽ പെടുന്ന ദൃശ്യങ്ങൾ കേസിന്റെ അന്വേഷണത്തിൽ വലിയ വഴിത്തെളിവ് ആകാറുണ്ട്. എന്നാൽ ഇവിടെ കണ്ണൂരിൽ നടന്ന സംഭവങ്ങൾ നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒളിച്ചു നിന്നുകൊണ്ട് KSUക്കാർ മന്ത്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അടുത്തേക്ക് ഓടി പാഞ്ഞെടുക്കുന്നു. പിന്നീട് മന്ത്രി കുഴഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രിക്ക് എന്താണ് പറ്റിയതെന്ന് മന്ത്രി പറയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുക. അല്ലാതെ CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടല്ല കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. കേരളത്തിൽ വീണ ജോർജ് ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് വീണ ജോർജിനെ കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും CPM-ന്റെ പരസ്യ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാരണവശാലും നീതിക്കും ന്യായത്തിനും സാധാരണ ബുദ്ധിക്കും ഒന്നും നിരക്കാത്ത തരത്തിലുള്ള സംസാരങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും ഉണ്ടായത്. ഒരിക്കലും CCTV ദൃശ്യങ്ങളിൽ മന്ത്രി ആക്രമിക്കുന്നത് പതിഞ്ഞു കൊള്ളണമെന്നില്ലല്ലോ എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്നിട്ട് വീണ്ടും സുരേന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്, നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. ദൃശ്യമാധ്യമങ്ങളിൽ ഇവരെ ആക്രമിക്കുന്ന രംഗങ്ങളില്ല എന്ന് മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞപ്പോഴാണ് വീണ്ടും മന്ത്രി അങ്ങനെ പറയുന്നത്. CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ കുറ്റങ്ങൾ തെളിയിക്കുന്നത്? നമ്മൾ മാധ്യമങ്ങളുടെ ക്യാമറകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അപ്പൊ അതായത് ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ വീണ്ടും പൊട്ടനാക്കുന്ന രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഇത്തരം വാക്കുകൾ ഉണ്ടായത്. കടകംപള്ളി സുരേന്ദ്രൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പോഴത്തരം എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളുമായി പങ്കുവച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമര ചരിത്രത്തിൽ മന്ത്രിമാരെ തടയുന്ന വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന തരത്തിലുള്ള പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിമാരെ തെരുവിൽ തടയുന്ന സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ചെറിയ ഒരു പോറൽ പോലും ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ശക്തിയായിട്ടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടുപേര് പതുങ്ങി, ഏതോ ഒരു ഓൺലൈൻ മാധ്യമമാണെന്ന് തോന്നുന്നു, ആ പതുങ്ങി നിൽക്കുന്നവർ രഹസ്യമായിട്ട് ഒളിഞ്ഞു നോക്കുന്നത്, മന്ത്രി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഓടി മന്ത്രിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അവർ മുഖത്തടിച്ചോ കഴുത്തേക്കറി കുത്തിപ്പിടിച്ചോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പരുക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു വളരെ മോശപ്പെട്ടതായിട്ടുള്ള, നമ്മുടെ സ്റ്റേറ്റിൽ അങ്ങനെ നടന്നിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെ ഓടിച്ച് പിടിക്കാനോ ഒക്കെ തന്നെ ആരും തന്നെ ശ്രമിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നമ്മളങ്ങനെ ആരും ചെയ്യാറില്ല. പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കും, കറുത്ത കൊടി കാണിക്കും, അതെല്ലാം അതിൻ്റെ രീതിക്കല്ലേ കാണിക്കുക. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ വരുന്നതായിട്ടുള്ള മന്ത്രിയെ യാത്രക്കാരെന്ന വ്യാജേന രണ്ടുപേർ, അല്ലെങ്കിൽ നേരത്തെ റെയിൽവേ പോലീസിൻ്റെ കയ്യിലുള്ള CCTVക്കകത്ത് ദൃശ്യങ്ങളില്ല. CCTVക്കകത്ത് ദൃശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്? നേരിട്ട് മന്ത്രി അടിച്ചില്ലെന്നാണോ പറയുന്നത്? ഇനിയിപ്പോൾ നേരിട്ട് മന്ത്രിയെ കൂടെ അടിച്ചാലേ അത് പൂർണ്ണാവുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? പോലീസിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ. അത് ഇവരുടെ ആക്രമണമാണ് അവർ അവശയായി വീഴുന്നതിന് കാരണമായത്. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവരോട് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് അവരോട് തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ. ആരോട്? ഈ വീണുപോയ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ചോദിച്ചാലേ എങ്ങനെയാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. CCTV ക്യാമറ മാത്രം വെച്ചാണോ യഥാർത്ഥത്തിൽ ആക്രമണത്തിൻ്റെ വ്യാപ്തിയെല്ലാം അളക്കുന്നത്? ഏത് കാലത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? CCTV ക്യാമറ മാത്രം നോക്കിയിട്ട് അല്ല, CCTV ക്യാമറയിലൂടെ തെളിയുന്ന കേസുകളുണ്ടാവും. CCTV ക്യാമറയിലൂടെ മാത്രമാണോ നമ്മുടെ നാട്ടിൽ നടന്നുള്ള കേസുകൾ തെളിഞ്ഞിട്ടുള്ളത്?
CCTV ക്യാമറയൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ കാണുന്നുണ്ട്. ഏതാ ഒരു വീഡിയോയിൽ കണ്ടതാണ്. 2 പേര്, ഒരുത്തൻ ബാഗ് തൂക്കിയിരിക്കുന്നു, മറ്റൊരുത്തൻ പോയി ഒളിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് കണ്ടപ്പോഴത്തേക്ക് കാണാം 2 പേരും കൂടെ ഓടി അവരുടെ അടുക്കലേക്ക് അടുക്കുന്നതായിട്ടുള്ള രംഗവും. സുരക്ഷയിൽ തന്നെയാണ് മന്ത്രി ഉള്ളത്, ആ സുരക്ഷ വേദിച്ച് പോയിട്ടില്ല. ആ സുരക്ഷ വേദിച്ച് പോയിട്ടുണ്ടായിരിക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് വീഴില്ലല്ലോ. പോയിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാവുമോ? അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പറയേണ്ടത് മന്ത്രി തന്നെയാണ്. ഏതായാലും ശരി, നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത വൃത്തികേട് തന്നെയാണ് നടന്നത്. ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി സ്വകാര്യമായി രഹസ്യമായി, ഇല്ലെങ്കിൽ ആണത്തുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ തടയാൻ വേണ്ടി തയ്യാറാവണം. അല്ല രഹസ്യമായിട്ട് പോയി ഓട്ടിക്കുകയല്ല വേണ്ടത്. അത് ആണത്തമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരന് ആണത്തം ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടതാണ്. ആ കരിങ്കൊടി കാണിക്കും, എവിടെ കാണിക്കും? ആളുകളോട് പറഞ്ഞു ചെയ്യണം, അതാണ് അന്തസ്സെന്ന് പറയുന്നത്. അല്ലാതെ രഹസ്യമായി പിന്നെ ഒരാൾ എത്തുന്ന സ്ഥലത്ത് രഹസ്യമായി നിന്ന് അവർ തടയല്ല വേണ്ടത്. പോലീസിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണോ സംഭവിക്കുക? പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. രഹസ്യമായിട്ട് ആര് വിചാരിച്ചാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും.